So I'm here to give you 3 simple tips for IELTS. First one, don't use big or unfamiliar words. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സ്വഭാവമാണ്, അറ്റ്ലീസ്റ്റ് കുറച്ച് പേർക്കെങ്കിലും ഉള്ള ഒരു സ്വഭാവമായിരിക്കും പുതിയ വാക്കുകൾ കിട്ടിയാൽ അത് എഴുതി വെക്കുക, അത് മെമ്മറൈസ് ചെയ്യുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ. ആൻഡ് ഇറ്റ്സ് സച്ച് എ വെരി ഗുഡ് തിങ് ടു ഇംപ്രൂവ് യുവർ വൊക്കാബുലറി. പക്ഷേ അതെവിടെ കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. സെക്കൻഡ് വൺ, യൂസ് എ വൈഡ് റേഞ്ച് ഓഫ് ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ്. നമുക്കറിയാം ഇംഗ്ലീഷ് ഗ്രാമർ അല്ലെങ്കിൽ ഗ്രാമർ എന്ന് പറയുന്നത് തന്നെ വളരെ വാസ്റ്റായിട്ടുള്ളൊരു ഏരിയയാണ്. ഒരുപാട് റൂൾസ്, ഒരുപാട് സബ് കാറ്റഗറീസ് എല്ലാമുള്ള ഒരു ഫീൽഡാണത്. എല്ലാം ഒന്നും പഠിച്ചെടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, പക്ഷേ അറിയാവുന്നത്ര മാക്സിമം പഠിച്ചെടുക്കുക. ആൻഡ് അത് നമ്മുടെ സെൻറ്റൻസുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഇറ്റ് വിൽ സൗണ്ട് റിയലി ഗുഡ്. ആൻഡ് ദ തേർഡ് ആൻഡ് ഫൈനൽ വൺ ഈസ് പോസ് ടു തിങ്ക്. പോസ് ഇംഗ്ലീഷ് സ്പീക്കിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പോസ് ചെയ്യുക എന്നുള്ളത്. അതായത് കറക്റ്റ് ഒരു സെൻറ്റൻസിൻ്റെ കറക്റ്റ് സ്ഥാനത്ത് പോസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ആഫ്റ്റർ എ കൊമ ഓർ ആഫ്റ്റർ എ സെമിക്കോളൻ, ഈ ഒരു സന്ദർഭങ്ങളിലൊക്കെയാണ് നമ്മൾ പൊതുവെ പോസ് ചെയ്യുന്നത്. അതല്ലാണ്ട് അനാവശ്യമായിട്ട് സെൻറ്റൻസ് പറയുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പോസ് ചെയ്താൽ ഇറ്റ് ഈസ് ഗോയിങ് ടു അഫക്റ്റ് അവർ ഫ്ലുവൻസി, ആൻഡ് ഫ്ലുവൻസി മാറ്റേഴ്സ് എ ലോട്ട് വെൻ ഇറ്റ് കംസ് ടു IELTS സ്പീക്കിംഗ്. So for more tips and videos, follow Teju's Academy.